ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഷേക്ക് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഒരുപാട് ഷേക്കുകൾ ഇതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബേക്കറിയിൽ നിന്നും കൂൾ ബാറിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇത് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ 2 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഈ ഞാലിപ്പൂവൻ പഴമാണ് ഇതിനെടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതും എടുക്കാം. ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് കട്ടപ്പാലാണ്. ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടുള്ള പാലാണ്. ഈ പാല് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽക്കനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം കൂടി ചേർക്കാം. വാനിലയുടെ ഐസ്ക്രീം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല, എൻ്റെ അടുത്തില്ല. ഇതിലോട്ട് നമ്മൾ നേരത്തെ കാണിച്ച പാല് നന്നായിട്ട് അങ്ങ് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ. അപ്പം കണ്ടോ, ആ ഒരു പാലിൻ്റെ ആ ഒരു ക്രിസ്റ്റലോട് കൂടിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ കിട്ടുക. അത് വേറെ ഒന്നുമല്ല, ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ എടുക്കുന്ന പാല് നല്ല പോലെ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ടുള്ള പാലാവണം. എങ്കിൽ മാത്രമേ ഷേക്ക് പെർഫെക്റ്റ് ആവുള്ളൂ. നമുക്ക് ഇത് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗ്ലാസ് അലങ്കരിച്ചിട്ടുണ്ട്. അതിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടി ഒന്നിങ്ങനെ വിതറി കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു കാഷ്നട്ട് കൂടെ വെക്കുകയാണ്. ഒരു ഭംഗിക്കും കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണ്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഫ്രീസറിലുള്ള മിൽക്കായിരിക്കണം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.